ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ സാന്ത്വനത്തിൻ്റെ സീരിയൽ ആകെ മറിയാൻ പോകുന്ന ഭാഗങ്ങളാണ് വീക്കെൻഡ് പ്രൊമോയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അലോകും അമ്മയും കൂട്ടി അങ്ങനെ കടുത്ത പ്രയോഗം തന്നെ നടത്തുവാണ്. വേറൊന്നുമല്ല, ഗോമതി കുടിക്കുന്ന പാലിൽ വിഷം ചേർത്ത് കൊടുക്കുകയാണ്. ഗോമതിക്ക് അല്ലെങ്കിൽ തന്നെ ഇവര് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ വിഷമൊന്നും ചേർക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തിനും പണി തന്നെങ്കിൽ തന്നെ വല്ല വയറ് കേടാവാനോ അങ്ങനെ എന്തെങ്കിലും പണി തരുമോ എന്നാണ് വിചാരിച്ചത്. ബോധം കെട്ട് വീണ്ട പണിയോ, പക്ഷെ ഇത് വിഷം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ആ പാല് അവിടെ കലക്കി വെക്കുവാണ്. പക്ഷെ അവർക്കറിയാം അത് അവർ കൊടുത്തതിനാ കുടിക്കില്ലെന്ന്. അതുകൊണ്ട് നമ്മുടെ മിത്രയുടെ അമ്മയുണ്ടല്ലോ, അവരുടെ കയ്യിലേക്ക് കൊടുത്തുവിടെങ്കിൽ അവരെ കുറച്ച് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഗോമതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലേക്കാണ് കൊടുത്തുവിടുന്നത്. പക്ഷെ ആ പാവം അവർക്കറിയില്ലല്ലോ ഇതിൽ ഇങ്ങനത്തെ സംഭവം ചേർത്തിട്ടുണ്ടെന്ന്. അവർ ആ പാലെടുത്ത് ഗോമതിക്ക് കൊടുക്കുകയാണ്. ഗോമതി ആകെ വിഷമത്തിലായിരിക്കും കേട്ടോ. ഗോമതി, നീ വിഷമിക്കല്ലേ, ഞാൻ പറഞ്ഞ പോലെ നീ എല്ലാം ക്ഷമിച്ച് നീ ബാലേട്ടന്റെ അടുത്തേക്ക് തന്നെ പോകും. നീ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ബാലേട്ടൻ്റെ അടുത്തല്ലേ കുറച്ച് ന്യായമുള്ളത്. നമ്മളെങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കിയാലും ന്യായമുള്ളിടത്തല്ലേ ഗോമതി നമ്മൾ നിൽക്കേണ്ടത്. നീ ഇനി ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയണം. ഗോമതി അത് ചെറുതായിട്ടൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങോട്ടൊക്കെ പോകാൻ മടി. ബാലനൊന്ന് വിളിക്കുകയാണെങ്കിൽ ഓടി പോകായിരുന്നു എന്നൊരു രീതിയിലാണ് ഗോമതി നിൽക്കുന്നത്. അങ്ങനെ ആ പാല് കുടിക്കും. ഗോമതി, നീ രാത്രി ആകെ ഒരു ചപ്പാത്തിയല്ലേ കഴിച്ചോളൂ, പാല് കുടിക്കാൻ പറയുകയാണ്. എനിക്ക് വേണ്ട, നീ ഇവിടെ വന്നേ പിന്നെ ഒന്നും കഴിക്കാറില്ല, 2 നേരമൊക്കെയാണ് കഴിക്കണത്. എനിക്ക് മനസ്സിലായി നീ ബാലേട്ടനും പിള്ളേരൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുന്ന വിഷമത്തിലല്ലേ. അവരൊക്കെ കഴിച്ച് കാണുമായിരിക്കും, അവർക്കും വിഷമം. നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുന്ന ആലോചിച്ചിട്ടായിരിക്കും. നോക്ക്, അവിടെ ഇപ്പൊ അനുമോളൊക്കെ വന്നിട്ടുണ്ട്. പാവം, ആ കുട്ടി നിന്നെ കാണാൻ വേണ്ടി എത്ര ഭാഷ ആ മതിലിന്റെ സൈഡിൽ വന്ന് നിൽക്കണത്. നിനക്ക് ഇത്ര വാശി പാടില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പൊന്നു പോലെ നോക്കുന്ന മക്കളാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിന്റെ ഭാഗ്യമാണ്. ബാലേട്ടൻ ഇപ്പൊ ചെയ്ത തെറ്റ് പോട്ടെ, ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ നിന്നോട് ചെയ്തിട്ടുണ്ടോ, മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടോ? നിന്നെ പൊന്നു പോലെയല്ലേ നോക്കണത്. നീ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുണ്ടോ? നീ ബാലേട്ടനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ബാലേട്ടൻ നിന്നെ സ്നേഹിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നീ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ ബാലേട്ടന്റെ കൂടെ നിൽക്കുള്ളൂ. കാരണം നിങ്ങളുടെ സ്നേഹം ശരിക്കും കണ്ടറിഞ്ഞത് ഞാനാണ്. അതുകൊണ്ടാണ് പറയണം, നീ ഇപ്പൊ പാല് കുടിക്കുന്ന നാളെ രാവിലെ നീ ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് എന്താ വെച്ചാൽ പോണെങ്കിൽ പോവാണെങ്കിൽ അത്ര നല്ലത്. കാരണം അത് തന്നെയാ നല്ലതെന്നാണ് എനിക്കും തോന്നണമെന്ന് നമ്മുടെ മിത്രയുടെ അമ്മ പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് പോവാണ്. ഗോമതി അങ്ങനെ ഒരു തീരുമാനം എടുക്കാണ്. ശരിയാണ്, എല്ലാം മറന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നൊരു തീരുമാനം ഗോമതി എടുക്കാണ്. അങ്ങനെ ഗോമതി ആ ഗ്ലാസ് പാല് സമാധാനത്തോടെ കുടിക്കാട്ടോ. കാരണം നാളെ സ്വന്തം വീട്ടിലേക്ക് പോകാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ പാല് കുടിച്ചിട്ട് ഗോമതി കിടക്കുമ്പോഴേക്കും ഗോമതിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുവാണ്. അപ്പൊ തന്നെ അലോകിനെയൊക്കെ സന്തോഷം വേണം. വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. അഥവാ ഇതിപ്പോ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ ആ അപ്പത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കലക്കിതാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിശ്വസിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ഗോമതി പെട്ടെന്ന് തലചുറ്റി വീഴാണ്, ഛർദിക്കുകയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും വരുവാട്ടോ. അങ്ങനെ അച്യുതൻ അനന്തനൊക്കെ കൂടിയിട്ട് ഗോമതിനെ പൊക്കിയെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ കാഴ്ച നമ്മുടെ ബാലൻ പെട്ടെന്ന് കാണണം. ആ വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളും പെട്ടെന്ന് വണ്ടി എടുക്കടാ, എടാ ലോകം വണ്ടി എടുക്കടാ എന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടും ബഹളവും ബാലൻ കേൾക്കാണ്. ബാലൻ പെട്ടെന്ന് തന്നെ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് ഇങ്ങനെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോഴേക്കും ഗോമതിനെ ചുമന്നുകൊണ്ട് പോകുവാണ് അവരെല്ലാവരും കൂടിയിട്ട്. ബാലന്റെ നെഞ്ച് പെടയുവാട്ടോ. അപ്പോഴേക്കും അവിടേക്ക് അവർ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ബാലനെ പോയി ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവർ ബാലിനെ ഉപദ്രവിക്കുള്ളൂ. ബാലന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ബാലൻ വേഗം തന്നെ ഇങ്ങനെ ഈശ്വരൻ എന്ത് ചെയ്യും, വണ്ടി എടുത്തിട്ട് പോയാലോ എന്നൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആനന്ദും ആര്യനും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ വെച്ചാൽ എടാ മക്കളെ, അമ്മക്ക് വയ്യം തോന്നണം. അതേ ഗോമതി തലകറങ്ങി വീണിട്ടതേ അനന്തനും അച്യുതനും കൂടി ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയി. സത്യമാണോ? അതേടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണം. അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാൻ, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാം, അച്ഛൻ ഇവിടെ നിൽക്കുക, ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആര്യനും അതുപോലെ തന്നെ ആനന്ദും കൂടി ഹോസ്പിറ്റലിൽ അന്വേഷിക്കാൻ വേണ്ടി പോകുകയാണ്. ഗോമതിക്ക് എന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകാട്ടെ. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ ആകാശ് അവിടെ ഇല്ല. ആകാശ് സ്വപ്നം കണ്ട് നടക്കാണ്. പുതിയ സൂപ്പർ മാർക്കറ്റും അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കണതും പുതിയ കാറിൽ വന്ന് ഇറങ്ങണതും ഒക്കെ സ്വപ്നം കണ്ട് ആകാശ് അവിടെ നിൽക്കണം. പ്രൊമോയിൽ ആകാശിനെ കാണിക്കുന്നില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ആകാശ് അതിനെക്കുറിച്ച് ഒരു ബോധം പോലും വന്നിട്ടില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകാശം. അതേസമയം ഉദയഭാനു ആണെന്നുണ്ടെങ്കിൽ ദേവി എടുത്ത് പറയുന്നുണ്ട്, മോളെ ദേവി, ആ കൃഷ്ണമംഗലത്ത് നല്ല സ്വത്തുക്കളുണ്ട്, ഞാൻ ഇന്ന് രാത്രി അവിടെ മോഷ്ടിക്കാൻ കയറിയാലോടി. അയ്യോ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് പറയാണ്. ഇല്ലില്ല, നിനക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ദേവിനെ സമാധാനിപ്പിച്ച് അവിടെ അങ്ങോട്ട് വിടുവാണ്. പക്ഷേ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഉദയഭാനു ശ്രീകലയും കൂടിയിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പുറത്ത് കൃഷ്ണമംഗലം വീട്ടിൽ പോയിട്ട് അവിടെ ഇപ്പം ആരുമില്ല, എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണല്ലോ. തക്ക സമയം തന്നെ കിളവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പോയി മോഷ്ടിക്കാന്ന്. അങ്ങനെ ഉദയഭാനു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോവാണ്. പാത്തും പതുങ്ങിയൊക്കെ പോകുമ്പോഴേക്കും പെട്ടെന്ന് ദേവി ഇത് അറിയുന്നുണ്ട്. ദേവി പെട്ടെന്ന് ഇങ്ങനെ മുമ്പറത്തൊന്ന് നോക്കുമ്പോഴേക്കും ഉദയഭാനു ഇങ്ങനെ കയറി പോകാണ്. ഉദയഭാനു ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയെന്ന് വിശ്വസിച്ചാണ് ഉദയഭാനു അവിടെ ആ വീട്ടിലേക്ക് കയറുന്നത്. പക്ഷേ
ഉദയഭാനു കയറിയ സമയത്ത് തന്നെ എന്തോ ശബ്ദം അവിടേക്ക് നമ്മുടെ അച്യുതനും അനന്തനും കൂടി വരുന്നുണ്ട്. അവരെന്തോ ശബ്ദം കേട്ട് അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ഈ ഉദയഭാനു ആ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒളിച്ചു പാത്തൊരു മൂലക്ക് ഇരിക്കുക കേട്ടോ. അങ്ങനെ അച്യുതൻ അനന്തനും കൂടി ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അച്യുതൻ കാണുന്നുണ്ട് ആരും ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മൂലക്ക് വന്ന് നിൽക്കണത്. അത് കാണുമ്പോൾ അച്യുതൻ അനന്തേട്ടാ ദേ നോക്ക് ദേ കള്ളൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ ഒലക്കുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഉദയഭാന്റെ അതിന് മുതുക്കെ തന്നെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേ നമ്മൾ അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുക കേട്ടോ. അയ്യോ ഇത് ഈ ശബ്ദം ഞങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, മുഖം മാറ്റി പുതപ്പ് മാറ്റുമെന്ന് പറയണം. അങ്ങനെ പുതപ്പ് മാറ്റുമ്പോൾ മുഖം കാണുവാണ്. അത് ഉദയഭാനെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ഇവർ വേഗം തന്നെ ഉദയഭാനെ അവിടെ ഉമ്മറത്ത് ആ ഒരു തൂണുണ്ടല്ലോ ആ തൂണിൽ പിടിച്ച് കെട്ടുവാട്ടോ. ഇത് തമിഴിലെ സീനാണ്, അത് സെയിം തന്നെ മലയാളത്തിലുണ്ട് കേട്ടോ. അങ്ങനെ കെട്ടിയിടുവാണ്. അപ്പോൾ ഉദയഭാന് പറയാമെന്ന കള്ളം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വെറുതെ നടന്നു പോകുമായിരുന്നു, ഇവര് വന്ന് എന്നെ എടുത്തോണ്ട് പോയി ബാലനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തോണ്ട് പോയി ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കി എന്നെ തല്ലി മൂലൊക്കെ കൂട്ടിയിട്ട് ഇവിടെ കെട്ടി വെച്ചതാണ്. അല്ലാതെ ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായില്ല. ഞാനൊരു പുറത്തൊന്ന് ജസ്റ്റ് രാത്രി ഉറക്കാൻ പറ്റാത്തതിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് എൻ്റെ ബാല. ആ സമയത്ത് ഇവർ രണ്ട് ചേട്ടൻ അനിയനും കൂടി വന്നിട്ട് എന്നെ പൊക്കി എടുത്തോണ്ട് പോവായിരുന്നു എന്നാണ് ഉദയഭാനു ഉണ്ടാക്കാൻ പോണ കഥ. അതിനെ സപ്പോർട്ടായിട്ട് ദേവി നിൽക്കും. പക്ഷെ ദേവിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യനെയാണ് കാണിക്കുന്നത്. ആര്യനാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ, അതായത് മരണത്തിനും ജീവിതത്തിനെന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു അവസ്ഥയിൽ ഇടിച്ച് തകർന്ന അവസ്ഥയിൽ റോഡിൽ കിടക്കുന്ന സമയത്ത് അവിടെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ആര്യനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. വല്ലാതെ ICUലാണ്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നൊക്കെ പറയാണ്. ബാലനാണെങ്കിൽ ആകെ ഷോക്ക് ആവാണ്. ഡോക്ടർ പ്ലീസ് ഡോക്ടറെ എന്തെങ്കിലും രക്ഷിക്കണം, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോകാം, എൻ്റെ മോനെ എങ്ങനെയൊക്കെ രക്ഷിക്കുക, കാല് പിടിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് ഉണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് എടുത്തോ, വേറെ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ ഞാൻ റെഡിയാണ്, എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ റെഡിയാണ്, എൻ്റെ മോനൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ എന്ന് പൊട്ടിക്കരയാണ്. അവിടേക്കും ഇത്ര ഓടി വരുന്നുണ്ട്. അയ്യോ അങ്കിൾ എന്താ അങ്കിളെ പറ്റിയത് ആര്യനെന്ന് ചോദിക്കുമ്പോൾ മോളിങ്ങനെ വിഷമിക്കില്ലെന്ന് പറയുമ്പോൾ മിത്രയുടെ പൊട്ടി വാവിട്ട് കരയാട്ടോ. അങ്ങനെ മിത്രനെ സമാധാനിപ്പിക്കുകയാണ് ബാലൻ. ആ സമയത്ത് ആനന്ദും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മന് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോഴും ആകാശില്ല. ഈ ആര്യനെ തകർത്തിട്ടത് മീനാക്ഷിയുടെ അച്ഛനാണെന്ന് നല്ല സംശയമുണ്ട് കേട്ടോ. കാരണം മിഥുൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ല, അയാൾ ജയിലിൽ പോയി, ഇനി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പോൾ നമ്മുടെ രവീന്ദ്രനെ സംശയിക്കാം ഈ കാര്യത്തിൽ. അപ്പോൾ രവീന്ദ്രൻ തന്നെ ആവാനാണ് എനിക്ക് തോന്നുന്നത് ചാൻസ്. അത് ആകാശം അവിടെ ഇല്ല. കാരണം രവീന്ദ്രന്റെ കൂടെ കൂടിയിട്ട് ആകാശം നല്ല രീതിയിൽ തന്നെ ചീത്തായിട്ടുണ്ട്. ചീത്തായെന്ന് പറയാൻ പറ്റില്ല, ആകാശം ആകെ മാറി. ഇനി ആകാശം നന്നായിട്ട് പഴയ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നണമെന്നില്ല. ഇനി കുശുമ്പും കുഞ്ഞായ്മയ്ക്കുള്ള ഒരു ആകാശം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യന്റെ ജീവിതം ശരിക്കും പറഞ്ഞാല് എന്താകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് പ്രൊമോ തീർത്ത് കളഞ്ഞത് അവർ. അതായത് പ്രൊമോയിൽ കാണിച്ചത്, അവസാനം കാണിച്ചത് ആര്യം ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഭാഗമാണ്. എന്തായാലും ആര്യൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിനെ പിന്നെ രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ബാലൻ ക്ഷമിക്കില്ല. മീനാക്ഷിയുടെ മാത്രമേ ബാലൻ ക്ഷമിക്കുള്ളൂ. ആകാശിനെയും അതുപോലെ തന്നെ മീനാക്ഷിയുടെ കുടുംബത്തെ ഒന്നും ഇനി വീട്ടിലേക്ക് അടുപ്പിക്കാനേ പോകുന്നില്ല ബാലൻ. അത് മാത്രമല്ല ബാലൻ ഇനി ഗോമതിയോട് ക്ഷമിക്കുകയും ചെയ്യും. കാരണം ഒരു ആക്സിഡന്റ്, ഒരു അപകടം പറ്റുമ്പോഴാണല്ലോ ആ സ്നേഹമൊക്കെ ഉള്ളിലുള്ള സ്നേഹമൊക്കെ പകയൊക്കെ മറന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെ ആ ഒരു പിണക്കമൊക്കെ തീരും കേട്ടോ. എന്താ നല്ലൊരു അടിപൊളി പ്രൊമോ ആയിരുന്നു കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.